ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഡ്രോയിങ് മെത്തേഡാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു 2 ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടും പറ്റുമല്ലേ. പെന്ന് പിടിക്കാൻ അറിയുന്ന ആരെ കൊണ്ടും ഇതേപോലെ ഇങ്ങനെ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ പെന്നും പെൻസിലൊക്കെ പിടിച്ച് ശീലമുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. നമ്മൾ കട്ടിയാക്കേണ്ടടുത്ത് കട്ടിയാക്കി വരച്ചു കൊടുക്കുക, തിന്നാക്കേണ്ടടുത്ത് തിന്നാക്കി വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ഈ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ട്യൂട്ടോറിയൽ അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമ്പം പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുത്തന്നതാണ്. അപ്പോൾ നമ്മൾ വരച്ച് തുടങ്ങുമ്പം ഇതിൻ്റെ ഔട്ടർ പോർഷനിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഔട്ടറിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ കട്ടിയുള്ളിടത്ത് കട്ടിയായിട്ടും കട്ടി കുറവുള്ളിടത്ത് കട്ടി കുറഞ്ഞതായിട്ടും വരച്ച് എടുക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, നമുക്ക് വരക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വരക്കാൻ അറിയില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കുറച്ചൊരു ക്ഷമ വേണം. ഈ പാറ്റേൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് വീഡിയോൻ്റെ ലാസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇത് ആയി വരുന്നുണ്ട്, വരച്ച് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരച്ച് ആ സെൻറ്റർ പോർഷൻ കണ്ടില്ലേ, അതുവരെ എത്തിക്കണം. അപ്പോൾ നമ്മളിത് വരയ്ക്കുമ്പോൾ ആദ്യം ഈ കട്ടിയുള്ള പോർഷൻ ആണെങ്കിൽ ആദ്യം ഇതേപോലെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഒരു ബോൾ പോയിൻ്റ് പെന്നാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ ലൈൻ ആയതുകൊണ്ട് തന്നെ പെൻ എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. വലിയ സർക്കിളാണ്, വലിയ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ സ്കെച്ച് പെന്ന് വെച്ചിട്ടും ചെയ്യാം. സ്കെച്ച് പെന്ന് വെച്ചിട്ടാകുമ്പോൾ തിക്ക് കുറഞ്ഞ സ്ഥലത്ത് ചെയ്യുമ്പോൾ കുറച്ച് ലൈനിൽ നിന്നും പുറത്തേക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെൻ വെച്ചിട്ട് ചെയ്യുന്നത്. ഈ പോർട്രേറ്റൊക്കെ വരയ്ക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വരയ്ക്കാൻ അറിയില്ല. എന്നാൽ ഇതേപോലത്തെ ഒക്കെ ഒരു മെത്തേഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിയാത്തവർക്കും ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് ഞാൻ വളരെ ഈസി ആയിട്ട് 5 മിനിറ്റിൽ ചെയ്യാമെന്നൊന്നും പറയുന്നില്ല കേട്ടോ. കുറച്ചൊരു ക്ഷമയും സമയം വേണം. പക്ഷേ നമുക്ക് ഒരുപാടൊന്നും അറിയൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ആ ലൈനിൽ ഇങ്ങനെ കളർ ഫില്ല് ചെയ്തെടുക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. കുറച്ചൊരു എഫേർട്ട് എടുത്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇത്രയും വരച്ചെടുത്തിട്ടുണ്ട്. അതിന് എൻ്റെ സെൻറ്റർ പോർഷൻ കൂടി മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ആ ലൈനിൽ പുറത്തേക്കാവാണ്ട് ശ്രദ്ധിക്കുക, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ വരയ്ക്കുമ്പോൾ നമ്മൾ അടിയിലൊരു പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ആ കളറ്, പെന്നിൻ്റെ കളറ്, അതായത് മഷി നമ്മുടെ കയ്യിലായിട്ട് അത് നമ്മളെ പേപ്പറിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ സാധാരണ ചാർക്കോളിൻ്റെ വരയ്ക്കുമ്പോൾ ഞാനിങ്ങനെ അടിയിൽ പേപ്പർ വെക്കാറുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഞാൻ പെന്നായതുകൊണ്ട് ഇങ്ങനെ പടരൂലെന്ന് വിചാരിച്ചു, പക്ഷേ അത് പടർന്ന് പേപ്പറിലേക്ക് ആയിപ്പോയിന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ച് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെസ്സിൻ്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ലൈൻസിൽ വെച്ചിട്ട് നമ്മളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ ഡ്രോയിങ്ങാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്കെച്ച് പെന്നാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ലൈൻസ് കുറച്ച് കട്ടിയുള്ളത്, നമുക്ക് പെന്ന് വെച്ച് ചെയ്യണമെന്നില്ല. സ്കെച്ച് പെന്ന് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ചെയ്ത് ഇത്രയും ആയിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ, നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് വരുന്നില്ലേ. അപ്പോൾ ഞാനിത് ഓരോന്നും ലൈൻ ബൈ ലൈനായിട്ട് ഓരോ ലൈൻസും വരച്ചെടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫിനിഷായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് 1 by 1 ആയിട്ട് തന്നെ ചെയ്യണം. ഇവിടുന്നും എങ്ങനെയൊക്കെ കളർ ചെയ്ത് വന്നാൽ നമ്മൾ വിചാരിച്ച സാധനമല്ല വരച്ച് വരുമ്പോൾ കിട്ടുക. അപ്പോൾ ഞാനിത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, ഡ്രോയിങ് മെത്തേഡാണ്. പക്ഷേ ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ ഡ്രോയിങ് സ്കിൽ ഇമ്പ്രൂവ് ആവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് വേറെ തന്നെ ഒരു ടെക്നിക്ക് ഞാൻ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോമിൽ സ്പൈറൽ ബെറ്റി എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിലിങ്ങനെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഏതാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റൊണാൾഡോൻ്റെ പിക്ചറാണ് കേട്ടോ അപ്ലോഡ് ചെയ്തത്.
അപ്പോൾ നമുക്കിങ്ങനെ സ്പൈറലിൽ ഇതേപോലെ ആയി കിട്ടും. നമുക്ക് ഇതേപോലെ അല്ല വേണ്ടത്. താഴത്തെ ഓപ്ഷൻ കണ്ടോ, കളർ ഇന്നെന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതേപോലെയാണ് നമുക്ക് വേണ്ടത്. നമുക്കിത് സ്പൈറൽ അല്ലാണ്ട് ലൈൻസ്, ഡോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട് മേലെ. നമ്മൾ സൗകര്യം പോലെ ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിപ്പോൾ സ്പൈറലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റിങ്സിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും അതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക. നമ്മൾ മേലെ ലൈൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക. ലൈൻസ് ആണ് കുറച്ചും കൂടി എളുപ്പം സ്പൈറലിനെക്കാളും വരയ്ക്കാൻ. മെസ്സിൻ്റെതും ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെയും ഫോട്ടോ 2 പാറ്റേണിലും ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ മെസ്സിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് ഓണാക്കാൻ മറന്നുപോയി. ഞാനിത് ഒരു ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടതാട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വരയ്ക്കാൻ അറിയാത്തവർക്കും ഇങ്ങനെ ഇതേപോലെ പോർട്രേറ്റ് വരച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു കൂളായിട്ടുള്ളൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്തേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.